ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടല്ല, പകരം ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റത്തിൻ്റെ പേരാണ് ക്യാരറ്റ് ജാമുൻ. നോമ്പിൻ്റെ സമയത്ത് ഇമ്മയും അനിയത്തിയും കൂടെ ഒരു വട്ടം ട്രൈ ചെയ്തതാണ്. ബട്ട് ഞാൻ ഹോസ്റ്റലിലായത് കാരണം എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ വരുമ്പോൾ ഒരു തവണ കൂടെ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും അനിയത്തിയും കൂടെയാണ് ഇത്തവണ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ആവശ്യമായ സാധനം എന്താ വെച്ചാൽ ക്യാരറ്റാണ് മെയിൻലി. അപ്പോൾ നമ്മൾ ക്യാരറ്റ് എടുത്തിട്ട് കഴുകിയിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ചെറുതായി അരിയുക. എന്നിട്ടത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക. അതിൻ്റെ മുന്നേ അതിലേക്ക് പാലും കൂടെ ആഡ് ചെയ്തിട്ട് വേണം ഒന്ന് ചതച്ചെടുക്കാൻ. അപ്പോൾ നന്നായി ചതഞ്ഞ് കിട്ടിയിട്ടില്ല ഈ സാധനം നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നന്നായി വഴറ്റുക. ക്യാരറ്റിൻ്റെ ആ പച്ച സ്മെല്ല് പോകുന്നത് വരെ നന്നായി മിക്സ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ചെറിയ ഒരു തുള്ളി ഉപ്പും പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ പൊടിച്ച പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പാൽ കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ഒരു ആവശ്യത്തിന് റവ കൂടെ ഇതിലേക്ക് ഇടണം. റവയും പാലും അങ്ങനെ ഇത് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാൽ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്കുള്ള ഒരു സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടത് പാലെടുക്കുക. പാൽ തിളപ്പിക്കാൻ വെക്കുന്നതിനോടൊപ്പം തന്നെ അതിലേക്ക് 2 ഏലക്ക പൊടിച്ചിടാം. ഏലക്കായ ഇട്ടതിന് ശേഷം ആവശ്യമായ പഞ്ചസാര, ഇവിടെ ഞങ്ങൾ മിൽക്ക് മെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. മിൽക്ക് മെയ്ഡും പഞ്ചസാരയും ഇടുന്നുണ്ട്. പിന്നെ കോൺഫ്ലവർ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ചെറുതായിട്ട് മിക്സ് ചെയ്ത ആ ഒരു ഇതും കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചതിൽ നിന്നും ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റാം. ഇളം ചൂടുള്ളപ്പോൾ തന്നെയാണ് ബോൾസാക്കി മാറ്റേണ്ടത്. തണുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റി വെക്കണം. ഈ ബോൾസ് ഇനി നമുക്ക് വേവിക്കാൻ വെക്കണം. അതിന് ഒരു ഇഡ്ഡലി പാത്രത്തിലാണ് ഞങ്ങളിപ്പോൾ വെച്ചിട്ടുള്ളത്. ഇത് ഒരു 5 മിനിറ്റോളം വേവാൻ വെക്കുക. എൻ്റെ ഒരു ഹോണസ്റ്റ് റിപ്ലൈ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗുലാബ് ജാമുൻ്റെ അത്ര വരില്ലെങ്കിലും അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ഡെസേർട്ടാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.